ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. തംബ്നെയിൽ കണ്ടിട്ട് ഓണം സ്പെഷ്യലിന് ഇതെന്താ പുൾമിയപ്പ് കേക്കോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ തീർച്ചയായിട്ടും ഇത് ഒരു ഓണം സ്പെഷ്യൽ പുൾമിയപ്പ് കേക്ക് തന്നെയാണ്. ഓണത്തിനൊക്കെ നമ്മൾ സദ്യൻ്റെ കൂടെ കഴിക്കുന്ന പായസമാണ് ഇതിൻ്റെ ടോപ്പിങ്ങിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വെറൈറ്റി ടേസ്റ്റ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ള ഒരു പുൾമിയപ്പ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ അമർത്താം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്നത്തെ പുൾമിയപ്പ് കേക്ക് ഹാഫ് kg കേക്കാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ 2 എഗ്ഗ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള വാനില ഷിഫോൺ കേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒരു കേക്ക് ഞാൻ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 4 ലെയേഴ്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ 3 ലെയേഴ്സ് മാത്രമായിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കേക്ക്സൊക്കെ ഇവിടെ 4 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കേക്ക് വെറ്റാക്കാനുള്ള മിൽക്ക് സിറപ്പാണ് വേണ്ടത്. അപ്പോൾ ഒരു 3/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി കേക്കിൻ്റെ ഓരോ ലെയേഴ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് നട്ട്സും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് അവിടുന്ന് തെന്നി പോവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കേക്ക് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ വെച്ചെടുക്കാം. എന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട്സ് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ലെവലിൽ ഞാനിവിടെ 4 ലെയേഴ്സും ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ കേക്ക്സിൻ്റെ ഓരോ സൈഡും ഇതുപോലെ നന്നായിട്ട് ലെവലാക്കി കൊടുക്കണം. ഓരോ കേക്ക്സ് വെച്ചെടുക്കുമ്പോഴും വിപ്പിംഗ് ക്രീം സൈഡ്സുകളൊക്കെ നല്ല ലെവലാക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ലാസ്റ്റ് ലെയറാണ് ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കേക്കിൻ്റെ നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗം ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഈ ഒരു ഷീറ്റ് നമുക്ക് എല്ലാ ബേക്കിംഗ് ടൂൾസിൻ്റെ കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലായിട്ട് പായസം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ പായസം ഇതുപോലെ നന്നായിട്ട് ചൂടാറിയിട്ട് തണുത്തിട്ട് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ പായസം ഒഴിച്ചു കൊടുക്കുന്നത്. ഓണത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി അരിപ്പായസമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പായസമാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അടപ്രഥമനൊക്കെ ആകുമ്പോൾ നല്ല കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പായസം അത്യാവശ്യം തണുപ്പോടെ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്കിൻ്റെ ത്രില്ലെന്ന് പറയുമ്പം ഇതിങ്ങനെ പൊന്തിച്ചെടുക്കുമ്പം അത് പായസം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു ത്രില്ല്. മാത്രമല്ല, അത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഈ ഒരു കേക്ക് നമ്മൾ പായസത്തോടു കൂടിയാണ് കട്ട് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.